ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മളൊരു ബാസ്ക്കറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൂടി കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെമ്പ്, ഇതുപോലെ ഒരു ചെമ്പ് എടുത്തിട്ട് അതിലേക്കൊരു സ്റ്റാൻഡ്, ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ബാറ്റർ ഒഴിച്ച നമ്മുടെ കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കേക്ക് ടിന്ന് ആദ്യമേ റെഡിയാക്കി വെക്കണം. അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു ടിന്നെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ടിന്നിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ റെസിപ്പി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ സീവ് ചെയ്ത് വെക്കണം. ഇതിലേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 മുട്ടയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ 1/2 കപ്പിൻ്റെ ഒരു കുമിച്ചിട്ട് വേണം എടുക്കാൻ. 1/2 കപ്പിൻ്റെ പകുതിയിൽ കുമിച്ചിട്ട് വേണം എടുക്കാനായിട്ട് പഞ്ചസാര. അതും കൂടെ ഇട്ട് നല്ലപോലെ ഇതുപോലെ ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 1/2 kgയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഇത് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ഇത് നല്ല പോലെ നമ്മൾ ചെയ്തെടുക്കുക. ബാറ്റർ നമ്മൾ പതുക്കെ വേണം റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങില്ല, അതുപോലെ തന്നെ നല്ല ഹാർഡായി പോവും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ പതുക്കെ ഇളക്കിയിട്ട് നല്ല പോലെ നമ്മുടെ ബാറ്റർ റെഡിയാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചെമ്പ് നമ്മൾ ആദ്യമേ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുക. എന്നിട്ട് 10 മിനിറ്റ്സ് മുന്നേ തന്നെ അത് പ്രീ ഹീറ്റ് ചെയ്യുക. അതും ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ അത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ടാപ്പ് ചെയ്തിട്ട് വേണം അതിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഇതൊരു 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കേക്ക് ബേക്കായി കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് ബാസ്ക്കറ്റിൻ്റെ മൂടി, അടപ്പ് പോലെ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ഇത് നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ടിന്നിൻ്റെ ആകൃതിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഒരു ബേസിൻ്റെ മുകളിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചതാണ്. അത് നമ്മൾ ഇതുപോലെ നമ്മുടെ ടിന്ന് വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പേന വെച്ചിട്ട് ആ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് അത് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒഴിച്ചിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ആകെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ നല്ലപോലെ സെറ്റ് ആവാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ആകൃതിക്ക് തന്നെ ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ഗനാശ ഉണ്ടാക്കുന്ന പോലെയല്ല, നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് നമ്മുടെ ചോക്ലേറ്റ്സ് മാത്രമാണ് ഇവിടെ ബോയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതിന് ഒത്തിരി വിപ്പിംഗ് ക്രീം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 കപ്പ് വിപ്പിംഗ് ക്രീം ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ വൈറ്റ് കളറിൽ നമ്മൾ ചെയ്ത് വെച്ചോ. അതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ്സിൻ്റെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതിലേക്ക് ഒരു അല്പം കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റിൻ്റെ കളറ്. എന്നിട്ട് നമ്മളത് ബീറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ കേക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്യുക. അത് നമ്മുടെ കേക്ക് നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കണം ചോക്ലേറ്റ് സ്പഞ്ച് ആവുമ്പോൾ. എന്നിട്ട് നമ്മൾ ഓരോ ലെയേഴ്സും വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രീം ഒരു ലെയറായിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാ ലെയേഴ്സും ചെയ്തെടുത്തിട്ടൊന്ന് ക്രീം കോട്ടും കൂടെ ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റ് കേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബാസ്ക്കറ്റിൻ്റെ ആ ഒരു മെടച്ചിൽ നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ഒത്തിരി ഫൈനലായിട്ട് നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫൈനലായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ക്രംസ് മുകളിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരൊറ്റ കോട്ടിങ് മാത്രം മതി ഇതിന്. ഇനി നമ്മളിത് കൊട്ടയുടെ നോസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ നമ്മുടെ ഈ ഒരു കോംബോ ടൈപ്പും അതുപോലെ തന്നെ മറ്റേ ഭാഗം പ്ലെയിനായിട്ടും കിടക്കുന്ന ഒരു നോസിലാണ് ഈ ഒരു നോസിൽ. ഇത് നല്ലൊരു നോസിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിൽ 100ൻ്റെ നോസിലാണെങ്കിൽ 2 ഭാഗവും കോംബോ ടൈപ്പ് ആണെങ്കിൽ അതും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റാർ നോസിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊട്ട മെടഞ്ഞ പോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് എങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്തെടുക്കുക, അതായിരിക്കും ബെറ്റർ. അപ്പോൾ അങ്ങനെ നമ്മളിത് മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കൊട്ട മെടയുന്ന പോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മൾ വിപ്പ് ചെയ്തത് കറക്റ്റായിട്ട് വരണം. അല്ലെങ്കിൽ നമുക്ക് ബബിൾസ് വന്നിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മെടഞ്ഞ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്യുമ്പോൾ 1-ലിട്ടിട്ട് വിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലോ സ്പീഡിലിട്ടിട്ട് വേണം നമ്മൾ വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിഫാവാൻ നമുക്ക് പെട്ടെന്നൊക്കെ സ്റ്റിഫായിട്ട് കിട്ടും. അതുപോലെ തന്നെ അതിൽ ഒത്തിരി ബബിൾസും വരും. ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചെയ്തെടുക്കുമ്പോഴേക്ക് അതിങ്ങനെ ബബിൾസ് വന്നിട്ട് പൊട്ടിപ്പോവാനായിട്ട് ഉള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുമ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് റോസസ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. നമ്മുടെ ബാസ്ക്കറ്റിൽ നിറയെ റോസസ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റോസസ് തയ്യാറാക്കുന്ന നോസിൽ ഈ ഒരു നോസിലാണ്. അതിന് നമ്പറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ മാജിക്കിൻ്റെ റെഡ് കളർ എടുത്തിട്ടുണ്ട്. ജെൽ കളറാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റോസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു 2-3 ഡ്രോപ്പ് ഓളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കളറാണ് ഇത്. ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഡ്രോപ്സ് നമ്മൾ അതിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ റോസ് ഉണ്ടാക്കുന്നതെന്നുള്ളതും കൂടെ ഇങ്ങനെയാണ് നമ്മുടെ റോസിൻ്റെ നോസിൽ പിടിക്കേണ്ടത്. ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു റോസിൻ്റെ നോസിലാണ്. ഇതിന് ഇങ്ങനെ വളവൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഒരു സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ 100ൻ്റെ നോസിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ബുദ്ധിമുട്ടൊന്നുമില്ല. 100ൻ്റെ നോസിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഒത്തിരി വീഡിയോയിൽ നമ്മുടെ 100ൻ്റെ നോസിൽ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ പോയി നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ 100ൻ്റെ നോസിൽ വെച്ചിട്ടും റോസസൊക്കെ ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ സ്ട്രൈറ്റായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ച ആ ഒരു നോസിലാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് റോസസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നോസിൽ തന്നെയാണ് ഈ ഒരു നോസിൽ എന്ന് പറഞ്ഞാൽ. ഇതുകൊണ്ട് നമുക്ക് പല രീതിക്കുള്ള പെറ്റൽസ് തന്നെ നമ്മുടെ റോസസിന് വരഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി നോസിലാണ്. ഇതേ കണ്ടോ, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് പതുക്കെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ റോസിൻ്റെ പെറ്റൽസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ റോസസ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ ഈ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു കളറിലേക്ക് തന്നെ ഇതിൻ്റെ ബാക്കി വന്ന ആ ഒരു ക്രീമിലേക്ക് തന്നെ നമ്മൾ വൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറും കൂടെ, അങ്ങനെ 2 കളറാണ് ഈ ഒരു ബാസ്ക്കറ്റിലുള്ള ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ ഒരു കളർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്.
പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഇതെല്ലാവരിലേക്കും എത്തിക്കാനും ശ്രമിക്കണം. നിങ്ങളുടെ കമൻസും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ വളരെ ഉപകാരമായേനെ. അപ്പോൾ എല്ലാവരും കമൻസൊക്കെ അറിയിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് നിറയെ ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ക്രീമിലോട്ട് തന്നെ അല്പം വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ലൈറ്റ് കളറായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് നല്ല ഒരു ആ പിങ്കിൻ്റെ ഒരു വൈറ്റ് കളറിലേക്ക് ഇത് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പല ഐറ്റംസ് കളറും മിക്സഡ് കളേഴ്സായിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കളറിലേക്ക് മറ്റൊരു കളറ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റൊരു കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിക്ക് തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് പല രീതിക്കുള്ള കളേഴ്സിൽ നമുക്ക് ആക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ ബാസ്ക്കറ്റ് നിറയെ റോസസാണ് നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റിൽ നിറയെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. മുഴുവനായിട്ടും നമ്മുടെ റോസസ് തന്നെയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഒരു ചോക്ലേറ്റ്സിൻ്റെ ഡെക്കറേഷൻ നല്ല പോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പതുക്കെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒത്തിരി അതിന് ബാലൻസ് കൊടുത്തിട്ടല്ല അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി അതിന്മേൽ നല്ല പോലെ ബലം കൊടുത്ത് കളയരുത്. നമ്മൾ പതുക്കെ വേണം അതിന്മേൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനും കൂടെ നമ്മുടെ ഈ ഒരു കൊട്ടയുടെ നോസിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മെടഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല ഒരു ഡിസൈനാണ്, ചെയ്യാനും വളരെ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്തൊന്ന് പറയാൻ മടിക്കരുത്. അപ്പോൾ നമ്മൾ ഇതിന് ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു എഡ്ജസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറിയ നോസിൽ വെച്ചിട്ടാണ്, ചെറിയ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ്. ഇത് നമുക്ക് 100ൻ്റെ ഒരു നോസിൽ എടുക്കുകയാണെങ്കിൽ, 100ൻ്റെ 5 നമ്പർ നോസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു നോസിലിൻ്റെ അതേ ലുക്ക് തന്നെ ആയിരിക്കും. ഇതിപ്പോൾ നമ്പറൊന്നും ഇല്ലാത്ത ഒരു നോസിൽ തന്നെയാണ്, ക്ലോസ്ഡ് നോസിലാണ്. അപ്പോൾ ആ ഒരു നോസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൊട്ടയുടെ എഡ്ജസ് നമ്മൾ കെട്ടി കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ മുറം അതുപോലെ തന്നെ ബാസ്ക്കറ്റൊക്കെ കെട്ടുന്നവർ ഇതുപോലെ ഇങ്ങനെ
ഒരു കെട്ട് തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള കെട്ടുകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നോസിൽ വെച്ചിട്ട് അതിന് നല്ല പോലെ ഒരു എഡ്ജ് കൊടുത്തത്. ഇനി നമുക്ക് ഇതുപോലെയല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ബോർഡറൊക്കെ കൊടുക്കുന്ന ആ ഒരു രീതിക്കും ഇതിന് നമുക്ക് എഡ്ജസ് കൊടുത്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഈസി എങ്കിൽ നിങ്ങൾ ആ ഒരു വേ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒരുവിധം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയൊരു ഫ്ലവറും കൂടെ വെക്കാനേ ഉള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും ഒട്ടും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കുഞ്ഞു ഫ്ലവറും കൂടെ, ഒരു ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ ആ ഒരു ഫ്ലവറും കൂടെ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫ്ലവറും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് നമ്മൾ നേരത്തെ കാണിച്ച ആ റെഡ് കളറ് ഒന്ന് കൊടുത്ത്, എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ മാത്രം നമ്മൾ റെഡ് കളർ ഫ്ലവർ ആക്കി എടുക്കല്ല, അതിൻ്റെ മുകൾ മാത്രം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നടുക്കായിട്ട് ഒരു ചെറിയ ഷുഗർ ബൗളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബാസ്ക്കറ്റ് വളരെ നല്ല കാണാനും നല്ല ലുക്കിലായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല റെസിപ്പിയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.